183, 184 എപ്പിസോഡുകളിൽ വിശ്വാസികളായ സ്ത്രീകളിലും ക്രിസ്തീയ സഹോദരങ്ങൾ തമ്മിലും ഉണ്ടായിരിക്കേണ്ട ദയയുടെ മുഖം നാം ദർശിച്ചെങ്കിൽ 2 കൊരിന്ത്യർ 6:4 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ വെളിവാകുന്നത് ദൈവ ശുശ്രൂഷകരുടെ ജീവിതമാണ്. പൗലോസിൻ്റെ ശുശ്രൂഷ എപ്രകാരമായിരുന്നുവെന്ന് ഈ വാക്യങ്ങളിൽ വ്യക്തമാകുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും, ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നും ഇല്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. 2 കൊരിന്ത്യർ 11 അധ്യായത്തിലും ശ്ലീഹ അനുഭവിച്ച സഹനങ്ങൾ കൂടുതലായി വിവരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ശ്ലീഹ ധരിച്ചിരുന്നത് നീതിയുടെ ആയുധങ്ങളായ നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം എന്നിവയാണ്. ക്രിസ്ത്യ ജീവിതം പാപത്തോടും സാത്താനോടുമുള്ള പോരാട്ടമാണ്. അതിൽ വിജയിക്കുവാൻ ശ്ലീഹ ധരിച്ചതുപോലെ നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.